എക്സ്ക്യൂസ് മീ, റൂംസ് അവൈലബിൾ ആണോ? സാർ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അത് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുക. സാർ അവിടെ ഇരുന്നോളൂ. ശരി. സാർ റിമോട്ട്. തന്നെ ഇതിനു മുമ്പ് ഞാനിവിടെ കണ്ടിട്ടില്ലല്ലോ. സാറേ, ഞാൻ ഇവിടുത്തെ പുതിയ സ്റ്റാഫ്. എവിടെ വീട്? ഇവിടെ അടുത്ത് തന്നെ സാർ. ആ, എന്താ പേര്? ബെൻ. ആ, ഈ സമയത്തിന് അതേ പേരാണല്ലോ. വർക്കോ കഴിഞ്ഞാ? ആ, വർക്ക് ഏകദേശം കഴിയാറായി. ഞാനിവിടെ കുറച്ച് ദിവസം ഫോണൊന്നും ഇല്ലാതെ റൂമിൽ തന്നെ ഇരിക്കായിരുന്നു. ഇവിടെ പരിചയക്കാരും ആരും ഇല്ല. ഞാൻ ഫ്രീ ആണെങ്കിൽ വേണം, കുറെ സംസാരിച്ചിരിക്കാം. വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാ, സംസാരിക്കാം. സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ. എന്നാ വാടോ. ഓ, അപ്പൊ 10 ദിവസമായല്ലേ സാറിന്റെ കയ്യിൽ ഫോണില്ലാഞ്ഞിട്ട്? ഇനി ഒരു 7 ദിവസം കൂടിയല്ലേ ഉള്ളു ഫോൺ കിട്ടാൻ. അതെ, എന്തു പറയാനാ, എനിക്ക് തന്നെ ഇവിടെ ആരും പരിചയമില്ല, വഴി അറിയില്ല, കൂട്ടുമില്ല. ആകെ അറിയുന്നത് തൊട്ടടുത്തുള്ള ഹോട്ടലിൽ പോകുന്ന റൂട്ട് മാത്രം. അല്ലാത്ത സമയം ഈ ലോഡ്ജ്, ഈ റൂം മാത്രം. പരിചയക്കാരില്ലാത്തോണ്ട് പുറത്ത് എവിടെയും പോകാറില്ല. ഈ വെപ്പത്തിനാണ് കണ്ടോണ്ടിരിക്കുക. ഫോണില്ലാത്തോണ്ട് ഭ്രാന്ത് പിടിക്കുക. സാറിന് ഹാക്കിംഗ് അറിയോ? ഹാക്കിങ് അറിയാമോ? ഹാക്കിങ് അറിയാം. ചില പണിയും കൊടുത്തിട്ടുണ്ട്, സാമ്പത്തികപരമായിട്ട് തന്നെ. ശരി സാർ. ആ സാർ, ഇത് സാറിന് മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന ആളാ. റൂം എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോ പുള്ളിയെ കാണാതായി. പോലീസിലൊക്കെ അറിയിച്ചതാ, പക്ഷെ പ്രയോജനമൊന്നും ഉണ്ടായില്ല. സാറിന് ഇത് കിട്ടി? ഇതാഴ്ന്ന് കിട്ടി. ഞാനിതിനോട് ക്ലീൻ ചെയ്തായിരുന്നല്ലോ. ശരി സാർ, ഞാൻ താഴെ കാണും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ, ശരി. എങ്ങനെയുണ്ട് കഥ? കൊള്ളാം സാർ. സാർ ഉണ്ട്. ഇതാ സാർ, ഫസ്റ്റ് ഫ്ലോർ, റൂം നമ്പർ C4. ഓക്കെ. തനിക്ക് കഥ ഇഷ്ടമായോ? ആ, ഇഷ്ടമായി സാർ. ഞാൻ ഈ കഥ അറിയുമ്പോൾ തന്നെയും താഴേക്ക് ഈ തന്ന ചെക്കനെയും മനസ്സിൽ കണ്ടത്. താങ്ക് യു സാർ. പിന്നെ അത് മാത്രല്ല, മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാ, ഇയാളിതോടെ
ചായ കൊണ്ടുപോയി അല്ല വെറുതെ ഞാനും പയ്യനും മറ്റൊരു നാട്ടിലാണ് നേരത്തെ കഥ മുമ്പ് പോകാൻ നേരത്തെ കാര്യമാണ് ഇല്ല സാർ ഞാൻ മാത്രമല്ലോ സാറിന് ഈ ലോഡ്ജിന്റെ പേരറിയാം ആ ബെഡ് സ്റ്റോമിന്റെ പെണ്ണാണ് അവരെവിടെ അവൻ എന്ത് ഒരു 4-5 മാസം മുമ്പ് അവന്റെ ഫോൺ ആരാ മാറ്റി അവന്റെ പ്രൈവറ്റ് കുറച്ച് ഫോട്ടോസ് അവന്റെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം വിളിച്ചൊക്കെ കംപ്ലൈന്റ് കൊടുത്ത കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അവൻ ആ സമയത്ത് ഒരു ലവ് ഉണ്ടായിരുന്നു. ഇവര് തമ്മിൽ കുറച്ച് തയ്യൽക്കെ അവന്റെ ഫോണിലൊക്കെ പിന്നെ ആ ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് അവർ ഈ പെണ്ണയച്ചു കൊടുത്തു. അങ്ങനെ അവൾ ഭീഷണിപ്പെടുത്തി വെച്ചിട്ട് അപ്പോൾ ആശ്രയിക്കാൻ പറ്റാതെ അവിടെ ആത്മഹത്യ അത് കഴിഞ്ഞ് പിന്നെ അവൻ പുറത്തേക്കൊന്നും പോകുന്നത് അവനിവിടെ ഇഷ്ടപ്പെട്ട മൂവിയാണ്. അവൻ അവിടെ തന്നെയായിരുന്നു. പിന്നെ പെട്ടെന്നൊരു ദിവസം അവനെ കാണാൻ പോലീസിലൊക്കെ കേസ് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ അവൻ എവിടെയാണെന്ന് നമുക്കറിയാം. അവൻ എങ്ങോട്ടാ പോയെന്നോ ഇപ്പോൾ എവിടെയാണെന്നോ ഒന്നും ഞങ്ങൾക്ക് പറഞ്ഞു. ജീവിച്ചിരിക്കോണ്ടൊക്കെ ഒന്നും പറഞ്ഞു. മിനിറ്റ്. അതെ, അവൻ താമസിച്ച റൂം ഏതാന്ന് പറഞ്ഞേ? ആ റൂമിലാണ് സാർ ഇപ്പോൾ താമസിക്കുന്നത്. റൂം നമ്പർ C4. ആര് പറഞ്ഞിട്ടോ നീ എന്റെ ഫോൺ ഹാക്ക് ചെയ്തത്? I'm the king of the dark, this villain is sent cold. Our times are lethal, they make your heart fall. I walk the shadows, causing havoc and despair. You can't escape my wrath, I'm everywhere. I've got a smirk on my face, a devilish grin. I'll take you down and I won't let you win. I'm everywhere. Williams is coming for you, Ben. I'm everywhere.